3 4 5 105 കുഞ്ഞാപ്പൂ എന്താ കാട്ടണ്? ഞാനേ ഇവിടെ അമ്മായിന് പേരൊക്കെ വന്നപ്പോളേ ഇങ്ങനെ കയറി എടുത്തിട്ട് ഒരു വള്ളിച്ചാട്ടം ചാടിയാറില്ലേ? നമ്മള് ചെറുപ്പത്തിലൊക്കെ ചാടിന മാതിരി. ഞാനിപ്പോഴും ചെറുപ്പം ചെറുപ്പാണ്. ഞാനൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ചാടിന്ന്. ഞാൻ മാത്രല്ല ഒരുപാട് കുട്ടികൾ ഇപ്പൊ ആ കാലൊക്കെ ഇല്ല. ആ കാലം നിർത്ത് പോയി. അമ്മായിന്റെ മോള് അസീനല്ലേ? മോള് മോനെ ചെറുപ്പത്തിലൊക്കെ പെരേ വന്നീനല്ലേ? നാളെ എന്നെ കണ്ടു മുണ്ടില്ലല്ലോ. മുണ്ടാ പോയി. ഞങ്ങൾക്ക് വന്നില്ല. എന്നോട് പറയാന് ഓളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിത്രേ. എന്നിട്ട് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കര ഇതായി പറഞ്ഞിട്ട് ചാനല് അങ്ങനെ ഓള് ഭയങ്കര ഫേമസ് ആയപ്പോ എന്നോട് പറയാന് ഓൾക്ക് ആരും കണ്ടുകൂടായിന്ന്. ഇമ്മാനൊന്നും കണ്ടുകൂടായിന്ന്. ഫേമസ് ആയപ്പോ അറിയപ്പെട്ട് അപ്പൊ പൈസ ഒക്കെ കിട്ടി തുടങ്ങിട്ടോ. ഓള് എന്നിട്ട് എന്താണ് ഞാൻ ഒരു ദിവസം ഓളെ കണ്ടപ്പോ ഓളോട് പറഞ്ഞു, എടി ഹസീന എന്നെ ഉമ്മ ചോദിച്ചിന്ന് ഇജ്ജ് കൊറേ ആയില്ലേ ഇപ്പൊ പെരേക്ക് വന്നിട്ട് എനിക്ക് ഉമ്മാനൊന്ന് കണ്ടുകൂടെയായിരുന്നു. അപ്പൊ ഓളെടുത്തേക്കാരോ ഇന്നെ കാണണെങ്കില് 10,000 രൂപ തരേണ്ടി വരും. എന്നിട്ട് വർത്താനം പറയണെങ്കില് 10,000 രൂപ തരേണ്ടി വരും. അത് അമ്മാട് പറഞ്ഞപ്പോ ഉമ്മ അറിയാ ഓള് എന്നാണ് ഇപ്പൊ യൂട്യൂബ് കാറ്റി ആയത്. ഇവിടെ കഞ്ഞിന്റെ വെള്ളത്തിന് വേണ്ടി വന്നത് പെണ്ണായി. ഇപ്പോൾ ഓളെ കാണുമെങ്കിൽ 10,000 രൂപ വേണം. നിലം വിട്ട് ചാടിയല്ലേ? ഓൾക്ക് എന്തോ നിലമ്പടലേന്ന് അറിയോ? ഭയങ്കര ഇതേന്ന് കാട്ടിക്കൂട്ടിലേ. അങ്ങനെ ഉമ്മാനെ പിന്നെ ഉമ്മ അറിഞ്ഞ് ഉമ്മക്ക് ഓളെ കാണാറിഞ്ഞു. അത് കണ്ടിരുന്നല്ലേ ഉമ്മ പറഞ്ഞതാണ് ഓളൊന്ന് വരാൻ പറയും. കണ്ട് മരിച്ചു പോന ആൾക്കാരല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇങ്ങനെ ഉമ്മ പറയും. ഇപ്പൊ കൊറേ പെണ്ണുങ്ങൾ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനല് നടത്തി. ഇമ്മാന്റെ ചെറുപ്പത്തില് മോനെ ഇമ്മ പറയാണോ ഇമ്മാനെ കല്യാണം കഴിച്ച അവിടുന്ന് അവസരം ഞങ്ങളെ വല്യമ്മ ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങാനെ കൂടി സമ്മതിച്ചിരുന്നില്ല. അത്ര ഏരിയയിലെ ആണുങ്ങൾ വരുമ്പോൾ എന്താണ് പുറത്തേക്ക് ഇറങ്ങാനും സമ്മതിക്കൂല. എന്റെ ബാപ്പാനെ കല്യാണം കഴിച്ചു കൊണ്ടിട്ട് ബാപ്പന്മാരെ കല്യാണം കഴിച്ചു കൊണ്ടുമ്പോ ശരിക്കും മുഖം കൂടി കണ്ടിട്ടില്ല. അത്ര കൂടി കണ്ടു അന്നത്തെ കാലത്തല്ലേ. ഇന്നിപ്പോ അങ്ങനെ ഒന്നല്ല. ഇന്ന് പെണ്ണുങ്ങളൊന്ന് നേരെ എന്തായാലും പറഞ്ഞാലും പ്രശ്നമാണ്. എന്താണ് ആശാത്താന്റെ മരകളോട് എന്താണ് ഉമ്മ അറിയാൻ ആശാത്തപ്പോ ആശാത്താന്റെ മരകള് കുട്ടീനെ ആട്ടിയത്ര ആശാത്താന്റെ മരകള് അതിന് മരകളോട് ചെന്നത്രേ നിങ്ങളെ ഇന്റെ കുട്ടിയാണ് ഇന്റെ കുട്ടീനെ അടിക്കും ചെയ്യും കൊല്ലും ചെയ്യും അതൊക്കെ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ആശാത്താനോട് പറഞ്ഞതാണ് അതൊക്കെ എന്താ ചെയ്തോ എന്റെ കുട്ടീനെ ഞാൻ അടിക്കും ചെയ്യും കൊല്ലും ചെയ്യും ഇന്റെ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനത്തെ കാലഘട്ടം. ഇന്നത്തെ മക്കളൊന്നും പറയാൻ പറ്റൂല. അതേമാതിരി എന്താണ് പോക്കലാക്കാന്റെ അഞ്ചുണ്ടല്ലോ റസീദാക്ക പോക്കലാക്കാന്റെ മോളെ എന്തോന്ന് പറഞ്ഞപ്പോ ഏടി ഇങ്ങോട്ട് കേറി നടിയാണ്. അതില് എന്താണ് ആ പെണ്ണിന്റെ ഉമ്മി ആ പെണ്ണും കൂടി നേരത്തെ അത്ര. എന്നിട്ട് പോക്കലാക്ക മോതറ്റി ആൾക്കാർ എല്ലാവരും പറയത്ര റഷീദ് ഇന്റെ മോളെ എടീന്ന് വിളിച്ച്. പിന്നെ എളാപ്പാരൊന്ന് എടീന്ന് വിളിച്ചാലും പേര് വിളിച്ചാലും പ്രശ്നമാക്കാൻ പാടില്ലല്ലേ. എന്നിട്ട് എന്തായാലും കാട്ടിക്കുട്ടികള് അപ്പൊ പറയാം ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ എളാപ്പാര് അമ്മാമാരൊക്കെ അടിക്കും ല്ലേ? ഇങ്ങോട്ടും കിട്ടും. ഇപ്പൊ ഇങ്ങോട്ടും കിട്ടും. മതി അവരവരെ കാര്യം നോക്കി ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞു വന്നിട്ട് വെള്ളം ചെയ്യാറ് അവരവരെ കാര്യം നോക്കുക. വേറൊന്നും പറയാ. എന്തായാലും കണ്ടത് പറഞ്ഞാ കഞ്ഞില്ല ഇപ്പത്തെ കാലത്ത്. കഞ്ഞി കുടിക്കില്ല. അങ്ങനെയാണല്ലേ? അങ്ങനെ മോനെ കണ്ടതും കേട്ടതും പറയാൻ നിക്കണ്ട. ഞാൻ പറയുന്നൊന്നുമില്ല. ഇപ്പൊ എന്നിട്ട് കൊറേ കാട്ടിക്കൊട്ടിയില്ല. എന്തെങ്കിലും കാട്ടാണെങ്കിൽ കാട്ടിക്കോട്ടെ വിചാരിക്കുക. അതല്ല ഓളുണ്ടല്ലോ ഓളെന്നിട്ട് ഓളെ കാണെങ്കിൽ 10,000 കൊടുക്കണം അറിഞ്ഞില്ലേ? അങ്ങനെ മോനെ എന്താ ഇതൊക്കെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം ഒരു ദിവസം ഓളുടെ ഉമ്മാനെ കണ്ടിട്ട് പറയുന്നത് ബീബത്താത്ത നിങ്ങളെ കാണുമെന്ന് അറിഞ്ഞ് കുഞ്ഞാപ്പൊക്കെ അന്ന് പനിയുണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഓള് ഉമ്മാനെ കണ്ടിട്ട് അറിയാലോ നിങ്ങള് എനിക്ക് തോരക്കണോ എന്റെ യൂട്യൂബ് ചാനല് ആ ചാല് എന്താ പോയത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് പോയെന്താ റിപ്പോർട്ട് അടിച്ച് അല്ല നിങ്ങൾ തോരക്കണൊക്കെ അതെന്തോ പൊട്ടിക്കണൊക്കെ കിട്ടാത്തോണ്ട് പടക്കം പൊട്ടിക്കണൊക്കെ അത് തിരിച്ച കെട്ടാൻ വേണ്ടിട്ട് നിങ്ങള് തോരക്കണോന്ന്. അപ്പൊ ഉമ്മ അറിയാം ഇപ്പൊ പെണ്ണി കണ്ടില്ലേ പെണ്ണി നല്ല മടിയിൽ ഇപ്പൊ എന്ത് കഴിഞ്ഞില്ലേ? അതാണ് പറഞ്ഞത്. നമ്മളെ ഉമ്മ അറിയാം എവിടെ എത്തിയാലും നമ്മള്
അള്ളാനെ മറക്കരുത് നല്ല മുടി അത് ശരിയാണ്. ഇപ്പൊ മനസ്സിലായില്ല എനിക്ക്. നമ്മളതിനിപ്പോ പൊതുവെ നമ്മളെ കാര്യം അഹങ്കാരം ഒന്നിനും നല്ലതല്ല. അഹങ്കരിക്കണതേ ഒന്നിനും നല്ലതല്ല. അപ്പൊ എന്തായി ലാസ്റ്റ് ഒന്നുമില്ലാതായി പോവുകയും ചെയ്തപ്പോ പെണ്ണ് വേറെ യൂട്യൂബുകാരെ എന്നിട്ട് പെണ്ണ് പറയുന്നത് എല്ലാരോട് ഇന്നെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണോ, ലൈക്ക് ചെയ്യണോ. അപ്പൊ അഹങ്കാരം കഴിഞ്ഞ് ഇപ്പൊ അഹങ്കാരൊക്കെ കഴിഞ്ഞു. എന്നാലും ഇനിയോ പെണ്ണിക്ക് കുറെ ആൾക്കാരൊക്കെ കാണും. അപ്പൊ ഇനി പെണ്ണ് ഒന്ന് പറയാനുള്ള ഉമ്മ അറിയുന്ന പെണ്ണിനോട് ഇനി ജി അഹങ്കരിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. നമ്മള് എന്തായാലും ഇതൊന്നും നമ്മള് പണ്ടത്തെ കാലത്തൊന്നും അല്ലെങ്കിൽ കണ്ട അന്യ ആണുങ്ങളൊന്നും കാണാൻ പറ്റാത്ത പെണ്ണുങ്ങള്. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ. അതന്നെ കുഞ്ഞാപ്പോ ഇപ്പൊ എന്തെങ്കിലും പറയണെങ്കിൽ പെണ്ണുങ്ങളെ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കേസ് കൊടുക്കണ കാലാണ്. ഒന്നും നമ്മളായിരിക്കും കഞ്ഞിഞ്ചോളായിട്ട് നമുക്ക് ആണുങ്ങൾക്ക് ഒരു വിലയില്ല. ഇപ്പൊ ഇനി കൊറേ കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റില്ല. ഞാനതേ പറഞ്ഞത് ഇന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മളായിരിക്കും കഞ്ഞിഞ്ചോളം വെച്ച് നമ്മള് കഴിഞ്ഞാൽ മതി. ഉപ്പുമോളെ ഉപ്പുമോളെ സമാധാനം ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ കൂട്ടി ജീവിക്കാം. കഴിക്കാൻ പാടില്ലെന്നാ ഞാൻ ഇത് കളിപ്പോ എന്ത് അതാണ് ഞാൻ അങ്ങനെ ആലോചിക്കണേ. ഈ കളി ഇപ്പൊ ഞാൻ മറന്നിക്കണ്. എനിക്ക് താരം പഠിപ്പിച്ചെന്ന് കളിക്കാനില്ല. ഞാൻ കളിക്കാനില്ല. എന്നാ കളിക്കട്ടെ. എന്നാ കളിച്ച ഞാൻ പോട്ടെന്നാ.